ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് സന്തോഷിച്ചിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ? നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. അപ്പോൾ നമ്മൾ അതിനിടയിൽ ദുഃഖിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ദുഃഖിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എന്നാൽ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. ആരെങ്കിലും നമുക്ക് സന്തോഷം കൊണ്ടുതരണം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ വരണം എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. അതിൽ ഞാൻ കണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ്. ഗാർഡനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ് മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഗാർഡനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു പൂന്തോട്ടമൊന്നുമല്ല മനസ്സിൽ കാണേണ്ടത്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയൊരു പൂന്തോട്ടം, നമുക്ക് കഴിയുന്ന പോലെ കൊച്ചു കൊച്ചു ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയൊരു പൂന്തോട്ടം. അതിന് ചെറുതായ രീതിയിലൊന്ന് പരിപാലിച്ചു കൊടുക്കുക, ഇടയ്ക്കൊന്ന് മണ്ണിട്ട് കൊടുക്കുക, പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി സംസാരിക്കുക, പിന്നെ എല്ലാ ദിവസവും ഒന്ന് നനച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമായിരിക്കും ഇതൊക്കെ. പക്ഷേ നമ്മൾ അതിനോട് നന്നായിട്ടൊന്ന് ഇഴുകിച്ചേർന്നത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നും നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് വന്ന് നോക്കുക, അവർ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമുക്കത് അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. അപ്പോൾ അവരോട് കൂടി ചേരുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിൽ നിറയും. എന്തെങ്കിലും സങ്കടം തോന്നുമ്പോൾ ആ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് വന്നിരിക്കുമ്പോൾ, അവരെ ഒന്ന് നനച്ചൊക്കെ കൊടുക്കുമ്പോൾ, അവരോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷം കിട്ടും. പിന്നെ മക്കളെ കൊണ്ടും ഇതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്കും അവരുടെ മനസ്സിലേക്ക് നല്ല നല്ല സന്തോഷത്തിൻ്റെ ഹോർമോൺസൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ബെസ്റ്റ് വേ ആണ് നമ്മുടെ ഈ ഗാർഡനിങ് ഒക്കെ. അപ്പോൾ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ വളർത്താം. അതിൻ്റെ കൂടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികളും ഒക്കെ അതിൻ്റെ കൂടെ നട്ടുപിടിപ്പിക്കുക. അതും കൂടി ആകുമ്പോൾ നമുക്ക് വിഷമയമല്ലാത്ത ഭക്ഷണം കഴിക്കാനും പറ്റും. പിന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാവും. പിന്നെ ചെറിയ ചെറിയ കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു പോട്ടൊക്കെ വാങ്ങി വെച്ച് അതിൽ വെള്ളം നിറച്ച് കുറച്ച് മീനിനെയൊക്കെ ഇട്ടാൽ അതും നല്ല രസമായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക്, തക്കാളി, വഴുതിന അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടതൊക്കെ കിട്ടിയാൽ അതിൽ പരം സന്തോഷം എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് ടെൻഷൻ അടിക്കാനും ദുഃഖിക്കാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ സന്തോഷിക്കാനുള്ള കാരണങ്ങളും സ്വയമേവ കണ്ടെത്തണം. നമുക്ക് ജോലി സ്ഥലത്തെ സ്ട്രെസ്സും ടെൻഷനും വീട്ടിൽ വന്നിട്ടുള്ള ജോലിയും എല്ലാം കൂടെ നമ്മൾ തലയിൽ നിറയുമ്പോൾ, ഇനി ജോലിക്ക് പോവാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ, ജോലി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, നമുക്ക് നമ്മളെ സങ്കടപ്പെടുത്താനും ടെൻഷൻ അടിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചെടികളോടൊക്കെ കൂട്ടുകൂടുമ്പോൾ നമ്മൾ നല്ലൊരു ഹാപ്പിനെസ് നമ്മുടെ മനസ്സിൽ വരിക. നമ്മൾ ചെടികൾക്ക് പുതിയ പുതിയ ചെടികൾ കണ്ടെത്തി എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പം പുതിയ പുതിയ ചെടികൾ ഓരോ തൈകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാനും അത് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാനും, കുഴിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കൊരാകാംക്ഷ, ഇനി അത് വളർത്തണം, അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ വായനയൊക്കെ. നമ്മൾ പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വായിക്കാം. നമ്മുടെ ഈ ചെടികളുടെയൊക്കെ അടുത്ത് വന്നിരുന്ന് വായിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നമ്മൾ ഈ ചെടികളുടെ അടുത്തൊക്കെ ഇരുന്ന് വന്ന് സംസാരിക്കുക. അപ്പം കുട്ടികൾക്കും ആണെങ്കിൽ കുട്ടികളെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടുപോയി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ സംസാരിക്കണം. അവരെ ഇപ്പോൾ കൂടെ സംസാരിക്കാൻ നമുക്കൊരു സ്പേസ് നമ്മുടെ ചെടികളുടെയൊക്കെ എടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ കുട്ടികളെ എപ്പോഴും ഫോണിന് അഡിക്റ്റാക്കി വിടാതെ അവരെയും കൂടെ നമ്മുടെ ഈ ആക്ടിവിറ്റീസിനൊക്കെ കൂട്ടുക. പിന്നെ അവരുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അങ്ങനെ അവരോട് കൂടുതൽ ഇടപഴകാനും, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുട്ടികളോടൊന്നും സംസാരിക്കാനോ അവരുടെ കാര്യം ചെയ്യാനോ ഒന്നും സമയം നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ചെടികളെ നോക്കലും കുട്ടികളോടുള്ള സംസാരമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ജാതിക്കയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെറുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ കുറേ എണ്ണം തള്ളിയിട്ടതായിരുന്നു, അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ നടു പൊട്ടാതെ തന്നെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെയിലത്ത് വെച്ചാൽ അത് തന്നെ തുറന്നു വരും കേട്ടോ. അയ്യോ, ഇപ്പോൾ ടാങ്ക് നിറഞ്ഞു. ഓഫാക്കട്ടെ പോയിട്ട്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.